എല്ലാവരും നമസ്കാരം. അപ്പോൾ നമ്മളെ ആൻസർ കീയുടെ 18ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ വർഗം ആ സംഖ്യയോട് 12 കൂട്ടിയതിന് തുല്യമാണ്. ഏതാണ് ആ സംഖ്യ? അപ്പൊ ഒരു സംഖ്യ എക്സ് എടുക്കുക. ആ സംഖ്യയുടെ വർഗം എന്താ വരിക? എക്സ് സ്ക്വയർ. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുക? ഒരു സംഖ്യയുടെ വർഗം, അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആ സംഖ്യയോട് എക്സിനോട് 12 കൂട്ടിയതിന് തുല്യമാണ്. അപ്പൊ എക്സ് സ്ക്വയർ സമം എക്സ് പ്ലസ് 12. ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യമാക്കണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 സമം 0. ഗുണിച്ചാൽ -12 കൂട്ടിയാൽ -1 കിട്ടുന്ന രീതിയിൽ ഘടകക്രിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ് -4 എക്സ് പ്ലസ് 3 എഴുതിയ പോരെ. നോക്കൂ, -4 ഇൻറ്റു +3 -12 കിട്ടും. -4 +3 ചെയ്യുമ്പോൾ -1 കിട്ടും. ഇനി ഇതാണ് ഒന്നാം കൃതി ബഹുഗുണ ഏതാണ് ആ സംഖ്യ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് -4 സമം 0 എന്ന് എഴുതാം. എക്സ് സമം -4 അങ്ങോട്ട് പോകുമ്പോൾ 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് പ്ലസ് 3 സമം 0 എന്ന് എഴുതാം. +3 അങ്ങോട്ട് പോകുമ്പോൾ -3 എന്ന് കിട്ടും. അപ്പൊ ഒരു സംഖ്യയുടെ വർഗം എന്നുള്ളത് എക്സ് 4 ആയാലും ആൻസർ ശരിയാണ്, എക്സ് -3 ആയാലും ശരിയാണ്. കാരണം സംഖ്യയുടെ വർഗം 4ന്റെ വർഗം എത്രയാ? 4 സ്ക്വയർ സമം 4 + 12 ശരിയാണല്ലോ. 16, 12 4 16. ഇനി സംഖ്യയുടെ വർഗം -3ന്റെ സ്ക്വയർ 9 ആണ്. -3 12 കൂട്ടിയാലും 9 കിട്ടും. അപ്പൊ ആൻസർ 4ഉം -3ഉം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കിയേ. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യം തന്നിരിക്കുന്നത്. എന്തായാലും എക്സ് സ്ക്വയർ -5x + 6. ഇതിനെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഘടകക്രിയ ആയിട്ട് എഴുതാൻ എക്സ് -3 ഇൻറ്റു എക്സ് -2 സമം 0 എന്ന് എഴുതാം. കാരണം -3 -2 ഗുണിച്ചാൽ +++3 2 6 -3 -2 കൂട്ടിയാൽ -5. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ a സമം 1 b സമം -5 c സമം 6 എടുത്തിട്ട് -b +or - എന്നുള്ള √b² - 4ac ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താലും നിങ്ങൾക്ക് തന്നെയാണ് ആൻസർ കിട്ടുക. എക്സ് -3 ഇൻറ്റു എക്സ് -2 സമം 0. ഇനി പി ഓഫ് എക്സ് സമം 0 ആണെങ്കിൽ പരിഹാരങ്ങൾ എഴുതണം. അപ്പൊ ഒന്ന് എന്ത് എഴുതുക? എക്സ് -3 സമം 0 എന്ന് എഴുതുക. എക്സ് സമം -3 അങ്ങോട്ട് പോകുമ്പോൾ 3. അതേപോലെ എക്സ് -2 സമം 0 എന്ന് എഴുതുക. എക്സ് സമം 2. അപ്പൊ പരിഹാരം എന്ന് പറഞ്ഞാൽ എക്സിന്റെ വിലകളാണ് 3ഉം 2ഉം കേട്ടോ. ക്വസ്റ്റ്യൻ 20. രണ്ട് അർദ്ധഗോളം വരയ്ക്കുക. അവരെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:3. ഒരു കാര്യം ശ്രദ്ധിക്കുക, വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമായിരിക്കും. അതും 5:3 തന്നെയാണ് വരിക. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഉപരിതല പരപ്പളവുകൾ. ആദ്യത്തിന്റെ ഉപരിതല പരപ്പളവ് എന്താ? 3πr1² എഴുതാം. മറ്റത് 3πr2² എഴുതാം. 3π കോമൺ ആണ്, വെട്ടിക്കളയാ. r1² r2². r1:r2 5:3 ആണെങ്കിൽ 5² ദാറ്റ് ഈസ് 25:9 എന്നാണ് ആൻസർ വരിക. ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 100 ആണെങ്കിൽ രണ്ടാമത്തെ എത്രയാ? 100 ആവാൻ നോക്കടാ. റേഷ്യോ അംശബന്ധത്തിന്റെ പ്രത്യേകത എന്താ? 25 100 ആവാൻ 4 ഗുണിച്ചാൽ പോരെ. 25 4 100 അല്ലേ? അപ്പൊ 9ന് 4 ഗുണിക്കുക 36. അപ്പൊ ആദ്യത്തെ 100 ആണെങ്കിൽ രണ്ടാമത്തെ എത്രയായിരിക്കും? 36. ക്വസ്റ്റ്യൻ 21. ചിത്രത്തിൽ AXBയുടെ കേന്ദ്രകോണിന്റെ അളവ്. അതായത് ഒരു ചിത്രം ഇങ്ങനെ തന്നിട്ടുണ്ട്, വൃത്തം അല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് എ ആണ്, ഇത് സി ആണ്. ഇവിടുന്ന് ഡി മുകളിലേക്ക് വന്നു, എന്നിട്ട് നേരെ ഇവിടെ ബിയിലേക്ക് വന്നു അല്ലേ? ഇവിടെയാണ് കേന്ദ്രകോൺ. ഇതാണ് കേന്ദ്രത്തിൽ കൂടെ അല്ല പോയിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇത് പി. നമുക്ക് കാണേണ്ടത് എന്താ? APD ഇതിലെ കോണുകളൊക്കെ കാണണം. ഈ കേന്ദ്രകോൺ എത്ര തന്നിരിക്കുന്നു? AXBയുടെ കേന്ദ്രകോൺ 110. അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇത് എത്രയാ? 55 നമുക്കറിയാം അല്ലെ? ഇനി ഈ കേന്ദ്രകോൺ തന്നിട്ടുണ്ട്, ഏത്? DYC. അപ്പൊ DYCയുടെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ വരയ്ക്കുക. ഇവിടെയാണ് വരിക. അത് എത്ര തന്നിരിക്കുന്നത്? DYCയുടെ കേന്ദ്രകോൺ CYD ഏതായിരുന്നു? CYD ഇല്ലേ? ഇതിന്റെ കേന്ദ്രകോൺ എത്രയാ തന്നിരിക്കുന്നത്? 80. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന ഒരു കോണാണിത്. അത് എത്ര വരും? 40. അപ്പോ APD അല്ലെ? APDയുടെ കോണുകൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ കോൺ ഡി എത്ര കിട്ടി? 55 ഡിഗ്രി. കോൺ എ എത്ര കിട്ടി? 40 ഡിഗ്രി. ഇനി ഏതാ കാണേണ്ടത്? ഈ കോൺ പി അല്ലെങ്കിൽ APD എത്ര വരിക? മൊത്തം 180 ആണ്. 180 45 40 55 എത്രയാ? 95 മൈനസ് ചെയ്യുക. അപ്പൊ ബാക്കി എത്ര കിട്ടും? 85. 5 5 10 0 ബാക്കി 9 10 18. അപ്പോൾ 3 കോണും കിട്ടി. 1 55, 1 40, 1 85. അതാണ് 21ാമത്തെ ചോദ്യം കേട്ടോ. 22ാമത്തെ വളരെ എളുപ്പമാണ്. 5 6 7 വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. അപ്പൊ ഏറ്റവും വലുത് താഴെ വരച്ച എളുപ്പമാണ്. അത് 7 സെന്റിമീറ്റർ വരയ്ക്കുക.
5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററിലും എന്താ പറയുക ചാപം വരച്ചിട്ട് നമുക്ക് ത്രികോണം വരയ്ക്കാം. 5, 6, 7 ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു തുടങ്ങിയതാണ് ത്രികോണം വരയ്ക്കാൻ. ഇനി അന്തർവൃത്തം വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കോണിന്റെ സമഭാജി വരയ്ക്കണം അല്ലെ. കോണുകളുടെ സമഭാജി വരയ്ക്കുക. ഇത് ആരാണ്, അത് ആരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൃത്തം വരയ്ക്കാം. അന്തർവൃത്തത്തിന്റെ ആരം, ഈ അകലം ആരം എത്രയാ കിട്ടിയിട്ട് അത് അളന്ന് എഴുതിയാൽ 5 മാർക്കായി. വളരെ എളുപ്പം എല്ലാ കുട്ടികൾക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രം. അതേപോലെ തന്നെ 23ാമത്തെ നമുക്ക് മധ്യമം കാണാൻ നമ്മൾ ഇഷ്ടം പോലെ ചെയ്താണ്. 30ൽ താഴെ അല്ലെ, 40ൽ താഴെ, 50ൽ താഴെ, 60ൽ താഴെ, 70ൽ താഴെ. ഇവിടെ കൂട്ടി എഴുതണം. 9ഉം 10ഉം, 19ഉം 8ഉം 27ഉം 5ഉം 32ഉം 1ഉം 33 എന്ന് വരും. അപ്പൊ 33ന്റെ കൂടെ 1 കൂട്ടി ബൈ 2, 34/2 എത്ര കിട്ടും? ഈ 34 ആവുമ്പോ 17. 17ാമത്തതാണ് നമ്മളെ മധ്യമം, 17ാമത്തെ പദം അല്ലെ. അപ്പൊ 17 വരുന്നത് നമുക്കിത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും? 40 - 30/19 - 9 10/10 1. ഇനി 9 ആയതുകൊണ്ട് 10ാം പദം എന്ന് പറഞ്ഞാൽ 30 പ്ലസ് പൊതുവ്യത്യാസത്തിന്റെ പകുതി 30.5. ഇനി 17ാം പദമാണ് കാണേണ്ടത്. 17ാം പദം കാണണമെങ്കിൽ 10ന്റെ കൂടെ 7 പൊതുവ്യത്യാസം കൂട്ടണം. 10ാം പദം 30.5 ആണ്. 30യുടെ കൂടെ 7 പൊതുവ്യത്യാസം കൂട്ടിയാൽ 37.5 അല്ലെങ്കിൽ 37.5. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇനി 24 എന്താ? ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്നും. അപ്പൊ നമ്മളൊരു ഗോപുരം വരച്ചു. ഓക്കെ, അതിന്റെ ചുവട്ടിൽ നിന്നും 100 മീറ്റർ അകലെ ഒരു ബിന്ദുവിൽ നിന്ന് മുകളറ്റം 45 ഡിഗ്രിയിൽ കണ്ടു. ഈ 45 വരുമ്പോ പ്രത്യേകത എന്താണ്? 45, 90 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇതും 100 അല്ലെ. അപ്പൊ ഒരു വശം കിട്ടി. ഇനി ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ മറുവശത്ത്, അപ്പൊ ഇപ്പുറത്ത് ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. മുകളിൽ നിന്നാണ് നോക്കണം. എത്ര ഡിഗ്രി? 25 ഡിഗ്രി. ഓക്കെ, ഇത് 25 ആണെങ്കിൽ ഇത് 25, ഇത് 90, ഇത് ബാക്കി 65. കാരണം അവിടെ സൈൻ 65ഉം കോസ് 65ഉം ടാൻ 65 തന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 25 ആയതുകൊണ്ട് ഇത് ബാക്കിയുള്ളത് 65, മൊത്തം 90 അല്ലെ. ഇനി എന്താ കാണേണ്ടത്? നമുക്ക് എന്താ കാണേണ്ടത്? ഇവിടെ നിന്നിട്ടുള്ള അകലം, കാറ് എത്ര അകലത്തിലാണ് ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് കാണേണ്ടത്. അപ്പൊ 65 വരുമ്പോ ഇത് എതിർവശം, ഇത് സമീപവശം. ടാൻ 65 എടുക്കാം. എതിർവശം ബൈ, അതായത് AB ബൈ സമീപവശം എത്രയാണ്? 100. ടാൻ 65ന്റെ വില തന്നിട്ടുണ്ട് 2.14 സമം AB ബൈ 100. 100 കൊണ്ട് ഗുണിക്കുക. വളരെ എളുപ്പമായിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യമാണല്ലോ. 100 ഗുണിക്കുമ്പോൾ 214 മീറ്റർ എന്ന് കിട്ടും. ABയുടെ നീളം 214 മീറ്റർ. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 26, 8ാം പദം 61. പൊതുവ്യത്യാസം നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലെ. 61 - 26/8 - 3 6 പോയാൽ 5 4 35/5 7. പൊതുവ്യത്യാസം 7 എന്ന് കിട്ടും. ആദ്യ പദം കാണണം. ആദ്യ പദം കാണണമെങ്കിൽ 26ന് 2 പൊതുവ്യത്യാസം. 2 × 7 14 കുറയ്ക്കുക. 24 14 കുറച്ച് എത്രയാ? 12. 4 × 6 1 1 2 26 അല്ലെ. അപ്പൊ ശ്രേണിയുടെ പൊതുവ്യത്യാസം 7 എന്ന് കിട്ടി. 1ാം പദം 12 എന്ന് കിട്ടി. ബീജഗണിത രൂപം DN പ്ലസ് F മൈനസ് D. D എത്രയാ? D 7. അപ്പൊ 7N പ്ലസ് F എന്ന് പറഞ്ഞാൽ ആദ്യ പദം 12 - 7 7N പ്ലസ് 12 7 പോയാൽ 5. ബീജഗണിത രൂപമായി. 15 പദങ്ങളുടെ തുക. അപ്പൊ 15ാം പദം കാണണമെങ്കിൽ N-ന് 15 കൊടുക്കുക. 7 × 15 പ്ലസ് 5 7 × 35 105 5 110 അല്ലെ. അപ്പൊ 15 പദങ്ങളുടെ തുക 15/2 ആദ്യ പദം, അതായത് x1 പ്ലസ് അവസാന പദം 110. അതായത് 15/2 110 10 122 കിട്ടും. 2 ആയിട്ട് കട്ട് ചെയ്യാം. 6 × 12 61. 15 × 61 ഗുണിച്ചാൽ 15 61 ഗുണിക്ക് 61 15 1 5 5 6 5 30 1 1 1 6 6 5 1 6 915. 15 പദങ്ങളുടെ തുക 915 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണത്. 26 നോക്ക്. ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു സമയര സ്തൂപിക അല്ലെ. ഓക്കെ, സമയര സ്തൂപികയുടെ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ അടപ്പില്ലാത്തതാണ് പാദ ചുറ്റളവ്. അപ്പൊ 4A സമം എത്രയാ? 80. അപ്പൊ A സമം 80/4 20 അല്ലെ. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇത് 20 എന്ന് കിട്ടി.
പിന്നെന്താ തന്നിരിക്കണേ? ചെരിവ് ഉയരം ഇതാണ് 26. ഇതുണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിന്റെ പരപ്പളവ്. അപ്പൊ ഷീറ്റിന്റെ പരപ്പളവ് അടി ഓട്ട ചെയ്തുകൊണ്ട് എന്താ കണ്ടത്? നമുക്ക് LSA കണ്ടാൽ മതി. LSA വക്രതല പരപ്പളവ് 2AL 2 × A 20 L 26. അപ്പോൾ 40ഉം 26ഉം ഗുണിക്കുക. 2 2 4 40 × 26. 6 4 24 ബാക്കി 2 4 9 10 1040 എന്ന് വരും അല്ലെ. 6 4 24 ബാക്കി 2 4 9 10 1040 സെന്റിമീറ്റർ സ്ക്വയർ. ഉയരം H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എല്ലറിയാം, A/2 അറിയാം. അപ്പോൾ H² = L² - A/2 ഹോൾ സ്ക്വയർ. 26ന്റെ സ്ക്വയർ 26 × 26 ചെയ്താൽ എത്ര കിട്ടും? 6 36 6 12 15 6 2 12 2 5 6 7 676. 676 100 കുറയ്ക്കാം 576. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എത്ര കിട്ടി? 24. അപ്പൊ ഉയരം കിട്ടി. ഇനി പാത്രത്തിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ എന്നാണ്. ഉള്ളളവ് കാണണമെങ്കിൽ എന്ത് കാണണം? ഓക്കെ, ഉള്ളളവ് കാണണമെങ്കിൽ വ്യാപ്തം കാണണം. 1/3 A² H 1/3 A എത്രയാ? 20. 20² H എത്രയാ? 24. 3 8 തവണ വെട്ടാം. 20ന്റെ സ്ക്വയർ 400. 400 × 8 3200 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ലിറ്ററിലാക്കണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 2 3 സ്ഥാനം നീക്കിയിട്ട് കുത്തിടുമ്പോൾ 1 2 3 സ്ഥാനം നോക്കുമ്പോൾ 3.2 ലിറ്ററിന് ആൻസർ കിട്ടും കേട്ടോ. അതാണ് 26 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസർ.